ഒരുപക്ഷെ കേരളത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ പീഡനമായിരിക്കും ഇത്. അതിനു മുൻപോ പിൻപോ ഇത്രയും അധികം പീഡകരുൾപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടില്ല. സമകാലിക കേരളത്തിലെ സംഭവ വികാസങ്ങൾ അറിയുന്നവർ ഈ പേര് മറക്കാൻ പാടില്ല. കുറിയെടുത്ത് സാവിത്രി അഥവാ കുറിയെടുത്ത് താത്രി. കണക്കുകൾ പ്രകാരം കുറിയെടുത്ത് താത്രിയുടെ സ്മാർത്ത വിചാരം നടന്നിട്ട് 100 വർഷം കഴിഞ്ഞു. ബാലികയായിരിക്കെ നമ്പൂതിരി ബലാത്സംഗം ചെയ്തതിനും മറ്റു പല ഭാഗത്തു നിന്നും ഉണ്ടായ ലൈംഗിക പീഡനത്തിനും പകരം വീട്ടിയാണ് താത്രി പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞതെന്നും പറയപ്പെടുന്നു. കുറിയെടുത്ത് താത്രിയുടെ അടുക്കള ദോഷത്തെക്കുറിച്ച് അയൽവാസിയായ നമ്പൂതിരി പരാതിപ്പെട്ടതോടെയാണ് താത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ ഏറ്റവും വിവാദമായിരുന്നു കുറിയെടുത്ത് താത്രിയുടേത്. മുൻപ് നടന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറ്റാരോപിതരുടെ പേരുകൾ പറയിപ്പിക്കാൻ യാതൊരുവിധ പീഡനങ്ങളും താത്രിയുടെ സ്മാർത്ത വിചാരത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പറയപ്പെടുന്നു. ഒരവസരത്തിലും പറഞ്ഞ കാര്യങ്ങൾ താത്രി മാറ്റി പറഞ്ഞിരുന്നില്ല. ഓത്തുള്ള നമ്പൂതിരിമാർ 28, ഓത്തില്ലാത്തവർ 2, പട്ടന്മാർ 10, പിഷാരോടി 1, വാര്യർ 4, പുതുവാൾ 2, നമ്പീശൻ 4, മാരാർ 2, നായർ 12 എന്നിങ്ങനെയാണ് ഭ്രഷ്ടായവരുടെ ജാതി തിരിച്ചുള്ള കണക്കുകൾ. സ്വന്തം അച്ഛനും സഹോദരനും ഭർത്താവും ഉൾപ്പെടെ 65 പേർ താത്രിയോടൊപ്പം ഭ്രഷ്ടാക്കപ്പെട്ടു. താൻ ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ ശരീരത്തിലെ അടയാളങ്ങളും ബന്ധപ്പെട്ട സമയവും സ്ഥലവുമെല്ലാം കൃത്യമായി തന്നെ താത്രി സ്മാർത്തനോട് പറഞ്ഞിരുന്നു. വിചാരണ ചെയ്ത സ്മാർത്തനും രാജാവ് പോലും കുറ്റാരോപിതരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രഭുത്വം കൊടികുത്തിവാണ നീതി വ്യവസ്ഥയെയും കപട സദാചാരത്തിന്റെ അധികാര സമൂഹത്തെയും അറിയേണ്ടത്. ചന്ദ്രോത്സവത്തിന്റെ മറയിൽ വേശ്യാരാധനയും കാമപൂജയും നടത്തിവന്ന സവർണ സമൂഹം. ഇങ്ങനെ പുരുഷാധിപത്യം കൊടികുത്തി വാണിരുന്ന നമ്പൂതിരി സമുദായത്തിലെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ആർജവം കാട്ടിയ ഏക അന്തർജനമാണ് കുന്നംകുളം കേച്ചേരിക്കടുത്ത് കൽപ്പകശ്ശേരി ഇല്ലത്തെ കുറിയെടുത്ത് താത്രി എന്ന താത്രിക്കുട്ടി. തന്നെ വിധിക്കാനെത്തിയ നിയമശൃംഖലയ്ക്കുള്ളിൽ കടന്ന് അതിന്റെ തന്നെ അധികാരികൾക്കെതിരെ പോലും വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞ പെണ്ണിതിഹാസം. കാലത്തിന്റെ തിരക്കഥയിൽ ഇനിയും മങ്ങലേൽക്കാത്ത സ്ത്രീ കഥാപാത്രം. സ്മാർത്ത വിചാരത്തിനു ശേഷം നാടുകടത്തപ്പെട്ട താത്രിക്ക് പിന്നെന്ത് സംഭവിച്ചു? മതം മാറി താത്രി ഒരു ആംഗ്ലോ ഇന്ത്യനെ വിവാഹം കഴിച്ചുവെന്നും പലരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും മാതൃത്വ ഭാഗ്യം ലഭിക്കാതെ പോയ താത്രി അതിനുശേഷം 2 കുട്ടികൾക്ക് ജന്മം നൽകിയെന്നും അതിലൊരാൾ പിൽക്കാലത്ത് പ്രശസ്തയായ ഒരു നടിയുടെ അമ്മയാണെന്നുമൊക്കെ കിംവദന്തികൾ നിലവിലുണ്ട്. ഇവയിൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് പറയാൻ താത്രി ഇനിയും പുനർജനിക്കേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിനും മൂകസാക്ഷിയായി ആറങ്ങോട്ട് കരയിലെ കാർത്യായനി ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്.